ഹലോ ഗൈസ് ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് എന്നെ പിക്കപ്പ് ചെയ്യാൻ വന്ന ആളുകളാണ് കേട്ടോ ഇത്രയും പേര്. സോ ഒരു നല്ലൊരു മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് കരുതി ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ഇറാനി ചായയാണ്. ഇറാനി ചായ എന്ന് കേട്ടപ്പം എല്ലാവർക്കും ഒരു കൊതി ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന്. എല്ലാവർക്കും ഓരോന്ന് വാങ്ങിച്ച് പെടുന്നതിനെക്കാട്ടിലും ഒരെണ്ണം വാങ്ങിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുന്നില്ല, നല്ലതെന്ന് ഓർത്തിട്ട് ഒരെണ്ണമാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. അങ്ങനെ അവരൊക്കെ ഷവർമയൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങളൊക്കെ പതുക്കെ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അടുത്തത് എൻ്റെ കൂടെയാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആക്ച്വലി നല്ല ചായ ആയിരുന്നു, നമ്മുടെ നോർമൽ ചായ, കുറച്ചും കൂടി കടുപ്പമൊക്കെ ഉള്ള നമ്മുടെ മസാല ചായയൊക്കെ പോലെ കുറച്ചും കൂടിയൊക്കെ കടുപ്പമുള്ള എനിക്കിഷ്ടപ്പെടും. എൻ്റെ ടേസ്റ്റ് കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത് എൻ്റെ ഫലൂഡയൊക്കെ വന്നു. മഴയത്ത് ഫലൂഡ കഴിക്കരുതെന്ന് ചേട്ടൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞെങ്കിലും ലാസ്റ്റ് എനിക്ക് വാങ്ങി തന്നു. എനിക്ക് ഷവർമയുടെ കൂടെ കിട്ടുന്ന വെജിറ്റബിൾസാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഞങ്ങൾ ഒരു പുഡിങ് വാങ്ങിച്ചു. അങ്ങനെ എല്ലാവരുടെയും മുഖത്ത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവരുടെയും മുഖത്ത് ഭാവവ്യത്യാസങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അതെങ്ങനെ ഉണ്ടെന്ന്. ആക്ച്വലി മുട്ടയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ള ഒരാൾക്ക് ഇഷ്ടപ്പെടും പുഡിങ്, ഈ എഗ് പുഡിങ്ങൊക്കെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ചേട്ടന് ഒരുപാട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചേട്ടന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അങ്ങനെ ചേട്ടൻ 2 പ്രാവശ്യം അത് ടേസ്റ്റ് ചെയ്തു. കാരണം ചേട്ടൻ ഈ മുട്ടയും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ ചേട്ടന് ഇഷ്ടപ്പെട്ടു. ചേട്ടൻ രണ്ടാമത് എടുത്ത് കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഇത് എങ്ങനെ ഉണ്ടാവും എന്നറിയാനായിട്ട്. അടുത്തത് വിഷ്ണുവാണ് ടേസ്റ്റ് ചെയ്യുന്നത്. വിഷ്ണു വലിയൊരു കഷ്ണമാണ് എടുത്ത് ടേസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കട്ടെ, വിഷ്ണുവിൻ്റെ മുഖത്തെ ഭാവങ്ങളൊക്കെ ഇപ്പോൾ ഉണരും. ഏതോ ബോംബെടുത്ത് വായിലിട്ട പോലെയുണ്ട്. അങ്ങനെ വിഷ്ണുവിൻ്റെ ടേസ്റ്റിങ് കഴിഞ്ഞു. അടുത്ത എൻ്റെ കൂടമാണ്. എനിക്ക് പൊതുവേ ഇങ്ങനെ മുട്ടയിലും മധുരമൊക്കെ ചേർന്നതിനോട് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല. പക്ഷെ കണ്ടപ്പോൾ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെ ഉണ്ടാവുന്നൊരു ഇതുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കഴിച്ചത്. നോക്കുമ്പം എനിക്കൊട്ടും ഇഷ്ടമായില്ല. കഴിച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരവസ്ഥയിലാണ് പെട്ടിരുന്നത്. ഞങ്ങൾ കഴിച്ചതിൻ്റെ എല്ലാ ടേസ്റ്റും പോയതുപോലെ തോന്നി. പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് പതുക്കെ ചെറിയൊരു മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വണ്ടിയിൽ കയറി വീട്ടിലേക്ക് എത്താനുള്ള ഓട്ടത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് വിട്ടു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. അങ്ങനെ പതുക്കെ ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് പതുക്കെ വിട്ടു വീട്ടിലേക്ക്. അപ്പോൾ ടാറ്റ ബൈ ബൈ.